നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സ്പെയിനിൻ്റെ ക്യാപ്റ്റൻ റോഡ്രിക്ക് വീണ്ടും പരിക്കേറ്റു. ശസ്ത്രക്രിയ വേണ്ടിവരും എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഗോൾഡൻ ബോൾ ലഭിച്ചത് റോഡ്രിക്കായിരുന്നു. ലോകകപ്പിലെ 8 മത്സരവും റോഡ്രിക്ക് കളിച്ചിരുന്നു. സ്പെയിനിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഒപ്പം ഗോൾഡൻ ബോൾ, സ്വർണ്ണപ്പന്ത്, ഏറ്റവും മികച്ച കളിക്കാരനുള്ള സ്വർണ്ണപ്പന്ത് ലോകകപ്പിലെ ലഭിച്ചത് റോഡ്രിക്കാണ്. ഇതിനുശേഷം അദ്ദേഹത്തിന് ഒരു ബാക്ക് ഇഞ്ചുറി, അതായത് പുറത്ത് പരിക്കിന്, പുറം വേദനയ്ക്കൊക്കെ ഉള്ള പരിക്കിന് അദ്ദേഹത്തിന് ഉടൻ തന്നെ ശസ്ത്രക്രിയ വേണ്ടിവരും. എത്ര ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ടി വരും എന്ന് അറിയില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അദ്ദേഹം ആ ഗ്യാപ്പ് എത്ര കാലമായിരിക്കും, കളിയിൽ നിന്ന് എത്ര കാലം വിട്ടു നിൽക്കേണ്ടി വരും എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. റോഡ്രി നേരത്തെ തന്നെ നിരന്തര പരിക്കുകളുടെ വലയിലായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സുപ്രധാനമായ റോഡ്രി വല്ലാത്ത പരിക്കുകളുടെ പിടിയിൽപ്പെട്ട ഒരു താരമാണ്. ഒരുപാട് കാലം പരിക്കുകൾ കാരണം വലഞ്ഞ ഒരാളാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന് ശസ്ത്രക്രിയ വേണ്ടിവരും. ആ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ എത്ര കാലം കളിക്കാൻ പറ്റാതിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ആശങ്കകൾ പടരുന്നുണ്ട്. അതും പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് റയൽ മാഡ്രിഡിൽ ചേരാൻ ഇങ്ങനെ ആഗ്രഹം പൂണ്ടു നിൽക്കുന്ന റോഡ്രി റയൽ മാഡ്രിഡിലേക്ക് വരാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പരിക്ക്. റയൽ മാഡ്രിഡിൻ്റെ നിരയിൽ അദ്ദേഹത്തിന് കളിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹം പുലർത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ ആഗ്രഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് റോഡ്രിക്ക് വീണ്ടും പരിക്കേറ്റിട്ട് സർജറി, അതായത് ശസ്ത്രക്രിയ വേണ്ടിവരും എന്ന നിലയിലേക്ക് റിപ്പോർട്ടുകൾ വരുന്നത്.